ആ വാതിൽക്കൽ കെട്ടിയിരിക്കുന്നത് എടുക്കാൻ പറ്റില്ലെന്നാണോ? ഇവിടെ നോക്ക് മകളെ, സൃഷ്ടിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാവും. രാക്ഷസന്മാർ എപ്പോഴെല്ലാം അവതരിക്കുന്നുവോ അപ്പോഴെല്ലാം അതിനെ നിഗ്രഹിക്കാനായി സാക്ഷാൽ ഭഗവാനും അവതരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിന്റെ വിഷമം മാറ്റാൻ ഒരാൾ നിന്റെ അടുക്കലേക്ക് വരും. അതിനെ ആർക്കും തടയാനാവില്ല. നിനക്കിത് സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല മകളെ. അതല്ല ചിത്രഗുപ്ത, ചിത്ര വിചിത്രൻ. ആ അത് തന്നെ. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ അങ്ങനെ ആരായിരിക്കും വരിക? എന്റെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് മോളെ. ലങ്സിലെ ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. എന്ന് എങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. തൽക്കാലം നമുക്ക് മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യാം. എന്നിരുന്നാലും മരുന്നുകൊണ്ട് മാത്രം ഇത് പൂർണ്ണമായും ഭേദപ്പെടണമെന്നില്ല. എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമെങ്കിൽ അതും കൂടെ പറയൂ ഡോക്ടർ, ഞങ്ങൾ ചെയ്യാം. ഓപ്പറേഷൻ കൊണ്ട് കാര്യമില്ല മോളെ. ഒരു മെഡിക്കൽ കോഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് ഇതുപോലുള്ള ഹോസ്പിറ്റലല്ല ചെയ്യേണ്ടത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വേണം ചെയ്യാൻ. അതിന് ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 10 ലക്ഷോ? അതെ. ഡോക്ടർ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും മിലിറ്ററി മേജർ പോസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. 1 രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഹൈ ലെവൽ ട്രീറ്റ്മെന്റും കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി മേജറിന്റെ കയ്യിൽ നിന്ന് ലെറ്ററിൽ ഒരു സൈൻ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. നമുക്ക് മോളുടെ അച്ഛനെ രക്ഷിക്കാൻ പറ്റും. താങ്ക്സ് ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഏട്ടാ, അത്രേ ഉള്ളോ? സോറി. നിന്റെ കർമ്മബന്ധം തീരുന്നതുവരെ സൗഭാഗ്യവതിയായി അലങ്കാരത്തോടെ കഴിയാൻ നിനക്കിവിടെ. ആരും കാണുന്നില്ലല്ലോ. എല്ലാരും ഇത് എവിടെ പോയി? അയ്യോ, ഏട്ടാ, എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ആരും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏട്ടാ, എങ്ങും പോയിട്ടില്ല. നീ കൂടെ ഇല്ലെന്നുള്ള സത്യം വിശ്വസിക്കാൻ എനിക്ക് ധൈര്യം പോലും കിട്ടുന്നില്ല. ആരും ഇനി മുതൽ നമ്മുടെ കുട്ടികളെ നിന്നെ പോലെ ആരാണ് നോക്കുന്നത്? ആരും. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
എന്തുകൊണ്ട് ആരും നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കും നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു തന്നിട്ട് പോവാത്തത് എന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അയ്യോ ഞാൻ കാരണം, ഞാനാ ഇതിനെല്ലാം കാരണം. അയ്യോ അല്ല, ഏട്ടനെ എങ്ങനെ വിഷമിച്ച നമ്മുടെ കുട്ടികള്, അമ്മ, അച്ഛൻ, ഇവരെയൊക്കെ ആരാ നോക്കുക? നീ ഇല്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോവാരും? നീ മരിച്ചു എന്ന സത്യം ഞാൻ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുവാരും? ആ വീട്ടിലേക്ക് ചെന്നിട്ട് പഴയതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ? അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട ഏട്ടൻ തന്നെ ഇങ്ങനെ വിഷമിച്ചാൽ എന്താ ചെയ്യാ? ഈ വേദനയും ഈ ഒറ്റപ്പെടലും എല്ലാം എന്റെ ഉള്ളിൽ തന്നെ മറയ്ക്കുവാരും. നമ്മുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞാൻ അവരെ നോക്കുവാരും. ഏട്ടാ, ഇന്നലെ മുതലേ കുഞ്ഞുങ്ങളെ കണ്ടില്ല. അവരെന്ത് ചെയ്യാം? ഏട്ടനെങ്കിലും ഒന്നവരെ കണ്ടിട്ട് വാ. ഞാൻ പറഞ്ഞതൊക്കെ ഏട്ടൻ കേട്ട് കാണൂ. നീ വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. അവൻ നീ പറയുന്നത് കേൾക്കാൻ ഒരു സാധ്യതയുമില്ല. കുട്ടികളുടെ ഓർമ്മ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് അവൻ അവരെ കാണാൻ പോയിരിക്കുന്നത്. അതേ സമയമാണ് നീ അവനോട് പോകാൻ വേണ്ടി പറഞ്ഞതും. അതാണ് സത്യത്തിൽ നടന്നത്. മകളെ, നിന്നെ ആർക്കും കാണാനും കഴിയില്ല, നിന്റെ ശബ്ദം കേൾക്കാനും പറ്റില്ല. നിങ്ങളെ അങ്ങനെ ചെയ്യുന്നതെല്ലാം വെറുതെയാണ് മകളെ. കുട്ടികളെ, വാട്ട് ഈസ് ദിസ്? ഇങ്ങനെയാണോ റൂം വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? നീറ്റായി വെച്ചില്ലെങ്കിൽ ഡാഡി ദേഷ്യപ്പെടില്ലേ? എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന അമ്മ തിരിച്ചു വരുന്ന കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഹെൽത്താ വീക്കായി പോവാ. ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാനേ പാടില്ല. റൂം ക്ലീൻ ആയി സൂക്ഷിക്കണം, സമയത്തിന് ഫുഡ് കഴിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം. മനസ്സിലായോ? എന്താ മോളെ ഈ പറയുന്നേ? അവരുടെ അമ്മയല്ലേ മരിച്ചത്? സങ്കടപ്പെടരുതെന്ന് പറഞ്ഞാ എങ്ങനെയാ? മരിച്ചുപോയവര് തിരിച്ചു വരുമെന്നും പറഞ്ഞാണോ വേദനിക്കുന്നേ? അവളില്ലാത്ത ഈ വീട്ടിൽ അവളെ കുറിച്ച് ഓർത്ത് എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക അവര്. എത്ര നാള് കഴിഞ്ഞാലും അമ്മയില്ലാത്ത കുറവ് ആർക്കാ തീർക്കാൻ കഴിയുക? അമ്മയെക്കുറിച്ചുള്ള ചിന്ത മാറ്റാൻ കഴിയുമോ? ഇവര് മറന്നുപോയാലും ഈ കിളവൻ ഇവരെ മറക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത്.
കുട്ടികളെ ആദ്യം കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് കുട്ടികളിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തുക വേണ്ടത്. നിങ്ങളെ തിരുത്താൻ മാത്രം ഞാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ ഇവരെ ഇങ്ങനെ അങ്ങ് വിട്ടാ ഇവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്താവും? എത്ര സ്നേഹം ഉണ്ടായിരുന്നാലും ഇവർക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ടാ ഇവര് അമ്മയുടെ ഓർമ്മകൾ മറന്നു പോണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. കുട്ടികളുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. ഇവരുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ അമ്മയാവുന്നേ? ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. നീ ഇങ്ങനെ മഹേന്ദ്രന്റെ മുൻപിൽ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മഹേന്ദ്രനോട് കൂടുതൽ അടുത്തോണ്ടേയിരിക്കാം. നിന്റെ പ്രായമുള്ളപ്പോ തൊട്ട് ഞാനും നിന്റെ അമ്മയും ഒരുമിച്ച് തന്നെയായിരുന്നു. ഒരേ പാത്രത്തിൽ കഴിച്ച് ഒരേ പയലിൽ കിടന്നുറങ്ങി. ആരോന്റെ കുട്ടികളെന്ന് പറഞ്ഞാ എന്റെ കുട്ടികളെ പോലെ തന്നെയാ. അതുപോലെ അവളുടെ ഫാമിലി എന്റെയും കൂടെ ഫാമിലിയാ. അതുകൊണ്ടാ നിങ്ങളുടെ ഉത്തരവാദിത്വവും മഹേന്ദ്രന്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തത്. നീ ഇതുപോലെ ദേഷ്യപ്പെട്ടോണ്ടിരുന്നാലും ഞാൻ നിങ്ങളെ ആരെയും വിട്ടുകളയില്ല. എന്നെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുള്ള വിശ്വാസത്തില് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി ശരി, ലേറ്റ് ആവുന്നു. പെട്ടെന്ന് എല്ലാരും ഫുഡ് കഴിക്കാൻ വാ. ഓക്കെ അല്ലേ? മഹേന്ദ്ര, സോറി മഹേന്ദ്ര, അമ്മയോടും അച്ഛനോടും അങ്ങനെയൊക്കെ പറഞ്ഞതിന്. താങ്ക് യു മഹേശ്വരി, എന്റെ കടമകളൊക്കെ നീ ചെയ്തതിന്. അയ്യോ, ഇത് നമ്മുടെ ഫാമിലി അല്ലേ മഹേന്ദ്ര? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഫ്രണ്ടിനെ മാത്രമല്ല മഹേന്ദ്ര, ഞാനൊരു അനാഥയല്ലെന്ന് വിശ്വസിക്കാൻ കാരണമായ ഒരു വലിയ ബന്ധത്തെയാണ്. കുട്ടികളുടെ കാര്യമൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം മഹേന്ദ്ര. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അഞ്ജലി എന്തോ അറിയാതെ പറഞ്ഞു പോയതാ. നീ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ചേച്ചി, നമ്മളെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? അളിയനോട് വേഗം വരാൻ പറ. വിഷമിക്കാതെ മോളെ. അവിടെ കലാപരിപാടികളൊന്നും ഇതുവരെ തീർന്നില്ലാന്ന് തോന്നടാ. അതെ, വാ വാ, വേഗം വാ അങ്ങോട്ട്. അല്പം പോലും സ്വൈര്യം തരത്തില്ല ഇവിടെ. പോയിട്ട് വരാം മോളെ. അച്ഛാ, ഒരു മിനിറ്റ്. കരുണ, അച്ഛാ, ഇത് കയ്യിലിരിക്കട്ടെ അച്ഛാ. അച്ഛാ, മകളെ കല്യാണം കഴിപ്പിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്നതിന് പകരം നിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കേണ്ടി വരിക. അച്ഛാ, നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടും പോരാഞ്ഞിട്ട് എന്റെ ചുമയും, പിന്നെ നിന്റെ ചെറിയമ്മയും അവളുടെ സഹോദരനും, അതും ഒരു ഭാരം. അവരെന്തു പറഞ്ഞാലും എതിർത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല മോളെ. നിന്റെ കഴിവില്ലാത്ത അച്ഛനോട് ക്ഷമിക്കും മോളെ. അച്ഛാ, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ എങ്ങനെ എനിക്ക് ഭാരാവുക? അച്ഛനോർത്ത് മാത്രം എന്ത് കഷ്ടപ്പാട് വന്നാലും ചിരിച്ചുകൊണ്ട് അതൊക്കെ മറികടക്കുന്നേ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛന്റെ ആരോഗ്യം മാത്രം നോക്കിയാ മതി. മോളെ, ആ ഡോക്ടർ പറഞ്ഞ പോലെ മിലിറ്ററി ആൾക്കാരെയൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടാനാ? അത് നമ്മൾ ആരോടാ അന്വേഷിക്കുക? ഇപ്പൊ അറിയില്ലായിരിക്കാം അങ്കിൾ. ആരെങ്കിലും സഹായിക്കാതിരിക്കോ? നമുക്ക് അന്വേഷിക്കാം.
ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും. വിളിക്ക്, പെട്ടെന്ന് വരാൻ പറ. ചുമ്മാ ഇരിക്കടാ, ഞാൻ വിളിക്കാം. അതെ, ഓട്ടോ നിങ്ങളുടെയോ എന്റെയോ സ്വന്തം അല്ല. ഒന്ന് വരാൻ നോക്ക്. പോയിട്ട് വരാം മോളെ, അല്ലെങ്കിൽ അവൾ നമുക്ക് മനസമാധാനം തരില്ല. പോയിട്ട് വരാം മോളെ. ശരി അങ്കിൾ. അച്ഛാ, അച്ഛാ സൂക്ഷിക്കണേ. ശരി മോളെ. അടുത്ത പ്ലാൻ എന്താണ് ഭാഗ്യം? ഓപ്പറേഷൻ മിലിറ്ററി മേജർ. രാഘവേട്ട, എവിടെ പോയതാ രാഘവേട്ട? ഇന്നലെ മുതൽ കുട്ടികളെ ഞാൻ കണ്ടില്ല. രാഘവേട്ട, ഇതിലെന്താ? രാഘവേട്ട ഒന്ന് പറ. രാഘവേട്ട, രാഘവേട്ട ഒന്ന് പറ. ഗുഡ് മോർണിംഗ് മഹേന്ദ്ര. സാർ, മാഡം ഉപയോഗിച്ചിരുന്ന സാരിയും ആഭരണങ്ങളും. അമ്മേ, ഇതില് താലി കാണുന്നില്ലല്ലോ. അതെ, ഇതില് താലി കാണുന്നില്ല. മാഡത്തിന്റെ ബോഡി കിടന്നിടത്ത് വെച്ച് തന്നെ കഴുത്തിൽ താലിയില്ലായിരുന്നു. അവിടെ എല്ലാം നന്നായി നോക്കേണ്ടതല്ലായിരുന്നോ രാഘവ? അവിടെ എല്ലായിടത്തും നോക്കി മാഡം, പക്ഷെ എങ്ങും കണ്ടില്ല. അവിടെ എവിടെയും ഇല്ല, കഴുത്തിലും ഇല്ലെങ്കിൽ പിന്നെ താലി എവിടെ പോയിരിക്കും? നീ എന്താ തെരയുന്നത്? ചാർജർ കാണുന്നില്ലടി. ഭാഗി, എന്താ?
താലി നിന്റെ ബാഗിൽ എങ്ങനെയാ വന്നത്? എനിക്കറിയില്ലടി. ഇതെന്തായാലും പുതിയതല്ല, ആരുടെ കഴുത്തിലുണ്ടായിരുന്ന താലിയാ. പക്ഷേ ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നേ? ഈ താലി നീ അറിയാതെ നിന്റെ ബാഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തില് പുതിയൊരു വഴിത്തിരിവുണ്ടാവുമെന്ന് ഉറപ്പാ. നീ എന്തേ പറയുന്നേ? ആലോചിച്ചു നോക്ക്. നിന്റെ അച്ഛന്റെ അസുഖം മിലിറ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നെങ്ങനെ ഈ താലി നിന്റെ ബാഗിൽ പ്രത്യക്ഷപ്പെട്ടത്? ഇതെല്ലാം കാണുമ്പോ യൂണിവേഴ്സ് നിന്നോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നത് പോലെ. നിനക്ക് ചെയ്യാനുള്ളത് നിന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നത് ഇല്ലേ? ആദ്യം കണ്ട സിനിമ ആണെന്നൊക്കെ നിർത്ത്. യൂണിവേഴ്സിന് എന്നോട് എന്തോ പറയാനുണ്ട് പോലും. അതൊന്നും അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓ അത് വിട്. നാളെ എപ്പോഴെങ്കിലും ഇത് ആവശ്യത്തിന് നിനക്ക് ഉപകരിക്കും. മിണ്ടാതിരിക്കെ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാ. ആരുടെ കഴുത്തിൽ കിടക്കേണ്ട താലിയാണോ എന്തോ. ഈ താലി എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെ എത്തണം. താങ്ക്സ് മാഡം. ചേച്ചി എന്താ വിളിക്കാത്ത? സോറി ചേച്ചി.